നമസ്കാരം, ഞാൻ ഫീസ്റ്റോ തൃശ്ശൂർ സിറ്റി സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു FIR എന്താണ്, അല്ലെങ്കിൽ FIRൻ്റെ രജിസ്ട്രേഷൻ സംവിധാനം എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സിപ്പ എന്താണ്, CCIS എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അതിൽ GD വരെയുള്ള കാര്യങ്ങളൊന്നും നോക്കി, GD പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് FIRലേക്ക് കിടക്കാം. FIR രജിസ്ട്രേഷൻ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ്. FIR രജിസ്ട്രേഷൻ ഇല്ലാതെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രവൃത്തിയെ പറ്റി ആലോചിക്കാൻ നമുക്ക് സാധ്യമല്ല. FIR രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. GD എൻട്രി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായ സമയത്ത് GD എൻട്രി നമ്മൾ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തിയ ഉടൻ തന്നെ ആ FIR രജിസ്റ്റർ ചെയ്യണം. അതല്ലാതെ കുറേ സമയം കഴിഞ്ഞ് FIR രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഒന്ന് FIR രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ ഡാറ്റ അതിൻ്റെ എൻട്രി നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര FIR ലേറ്റ് ആയിട്ടിട്ടു അല്ലെങ്കിൽ സമയത്തിനിട്ടില്ല എന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു GD എൻട്രി, ക്രിമിനൽ കേസ് എന്നുള്ള GD എൻട്രി രേഖപ്പെടുത്തുക. ഉടൻ തന്നെ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം FIR പബ്ലിഷ് ചെയ്യുക. FIR പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് വരാം അതിന് മുന്നേ. അപ്പോൾ ഇതാണ് ഒരു FIR രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ GD എൻട്രി കഴിഞ്ഞാൽ ക്രിമിനൽ കേസിനുള്ള ഒരു GD എൻട്രി നമ്മൾ രേഖപ്പെടുത്തി. അതിന് കഴിഞ്ഞാൽ നമുക്ക് FIR രജിസ്ട്രേഷനിലേക്ക് കിടക്കാം. FIR രജിസ്ട്രേഷൻ ഒരു ടാബ് ഉണ്ട്. ആ ടാബിൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കാം. ആ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു FIR രജിസ്ട്രേഷൻ ഫോം തുറന്നു വരും. ഈ FIR രജിസ്ട്രേഷൻ ഫോമിൽ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ മുന്നേ രജിസ്റ്റർ ചെയ്ത FIR ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കിടക്കുന്ന ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു, നമ്മളൊന്ന് പുറത്തു പോകുന്നു, ആ സമയത്ത് സേവ് ബട്ടൺ കൊടുത്താൽ അത് ഡ്രാഫ്റ്റിലാണ് കിടക്കുക. അതല്ല, നമ്മൾ കണ്ടിന്യൂസ് രജിസ്റ്റർ ചെയ്ത് പോകുകയാണെങ്കിൽ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കില്ല, നമുക്ക് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യണവരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ആ ഡ്രാഫ്റ്റിൽ നിന്ന് തുടങ്ങാം, അതല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ FIR നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട GD ആണ്. GD സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് GD കിട്ടും? ക്രിമിനൽ കേസ് എന്ന പേരിൽ നമ്മൾ എൻട്രി ചെയ്ത GD ഇതിലുണ്ടെങ്കിൽ മാത്രം, അതല്ലാതെ നമ്മൾ സാധാരണ ഓപ്പണിംഗ് GD അല്ലെങ്കിൽ വെറുതെ ഒരു അതേഴ്സ് എടുത്തൊരു GD എൻട്രി ഇട്ടു, FIR എന്നിട്ടിട്ടു, അല്ലെങ്കിൽ ഈ GD എൻട്രികളൊന്നും ഇവിടേക്ക് കയറി വരില്ല. ക്രിമിനൽ കേസ് എന്ന ഹെഡിൽ എൻട്രി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ GD നമുക്ക് ഈ എൻട്രിയിലേക്ക് കയറി വരൂ. ഈ എൻട്രി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഇനി FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ GD നമ്മൾ എൻട്രി എടുത്തു, FIRൻ്റെ GD എൻട്രിയുടെ ഭാഗം നമ്മൾ കഴിഞ്ഞു, സെർച്ച് ചെയ്തെടുത്തു. അങ്ങനെ അതിനുശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് എൻട്രിയിലാണ്. ഈ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് അതിൽ സുമോട്ടോ ആണെങ്കിൽ സുമോട്ടോ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള FIR ആണ്, FIRൻ്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ താഴത്ത് FIRൻ്റെ ഹെഡുകൾ, മേജർ ഹെഡുകളും മൈനർ ഹെഡുകളും ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ നമുക്ക് സാധാരണ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം അതുപോലെ ഫില്ല് ചെയ്ത് പോകാവുന്നുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഇപ്പോഴത്തെ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത് ഒറിജിനൽ ഡേറ്റ് ആൻഡ് ടൈം എന്നൊരു ഭാഗമുണ്ട്. ഈ ഒറിജിനൽ ഡേറ്റ് ആൻഡ് ടൈം സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമാണ് യഥാർത്ഥത്തിൽ കയറി വരിക. അതല്ല, നമ്മളൊരു GD എൻട്രി ഇട്ടു, അതിനുശേഷം ഒരു FIR രജിസ്റ്റർ ചെയ്തു തുടങ്ങി, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോർമൽ ഡിലേ, അതായത് ഒരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഡിലേ. അപ്പോൾ ഒരു 4 മണിക്ക് ഒരു GD എൻട്രി ഇട്ടു, ഒരു 4:10 അല്ലെങ്കിൽ 4:15 അല്ലെങ്കിൽ 4:30 വരെ നമ്മൾ FIR അടിക്കാനുള്ള സമയം എടുത്തു. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ഡേറ്റും ടൈമും ഒന്നും കൊടുക്കേണ്ടതില്ല, കൃത്യമായി സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമാണ് കയറി വരിക അതിൽ. എന്നാൽ പെട്ടെന്ന് കറണ്ട് പോയി, കുറച്ച് ഡിലേ വന്നു, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചുള്ളൂ, എന്നാൽ നമ്മൾ GD എൻട്രി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സമയം കുറച്ച് മുന്നത്തെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് കാരണം എന്ന് നമ്മൾ അതിൽ കാണിക്കണം. ഇതിനു വേണ്ടിയാണ് ഒറിജിനൽ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം. കൃത്യമായി FIR രജിസ്റ്റർ ചെയ്തു പോവുകയാണെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല. എന്നാൽ FIR സമയം ഡിലേ വന്ന് FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കയറി വരുന്നത് ഡേറ്റോ ടൈമോ കൊടുത്തെങ്കിൽ സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമാണ് ഇവിടെ കയറി വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ടൈം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ വിൻഡോയിൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഒക്കറൻസ് എൻ്റർ ചെയ്യണം. ഒക്കറൻസ് എൻ്റർ ചെയ്ത് ഒക്കറൻസ് പ്ലേസ് ഓഫ് ഒക്കറൻസിലെ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ആ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യണം. പ്ലേസ് ഓഫ് ഒക്കറൻസിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. അതിൽ നമുക്ക് ചോദിക്കുന്ന പ്ലേസ് ഉണ്ട്, ടു ഡേറ്റ് ഉണ്ട്, ഫ്രം ഡേറ്റ് ഉണ്ട്, അറിയോ ഇല്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ കോളം കഴിഞ്ഞു. അടുത്ത് കംപ്ലൈൻറ്റൻ്റ് ആണ്. കംപ്ലൈൻറ്റൻ്റിൽ നമുക്ക് ഇതുപോലെ എന്തൊക്കെ ഡീറ്റെയിൽസ്, ജസ്റ്റ് ഫില്ലിംഗ് ഡീറ്റെയിൽസ്, അതായത് കംപ്ലൈൻറ്റിനെ പറ്റി ചോദിക്കുന്ന മാൻഡേറ്ററി ഡീറ്റെയിൽസ് നിർബന്ധമായും കൊടുക്കേണ്ട ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തൊക്കെ
മാക്സിമം നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുമോ അതാണ് നമ്മുടെ ഒരു ഡാറ്റാബേസിൻ്റെ വിജയം. നമുക്ക് ഒരുപാട് തരം സെർച്ചുകൾ വരുന്നുണ്ട്. ഈ സെർച്ചുകളിലേക്ക് ഈ ഫോമുകളിൽ മാക്സിമം ഡാറ്റ എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാൻ സാധിക്കൂ. അതുപോലെ FIRന്റെ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, മറ്റ് ഇൻഫർമേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത FIR കണ്ടൻസ് ആണ്. FIR കണ്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രീഫാണ്. ഈ ബ്രീഫ് പ്രതി ഇന്ന സ്ഥലത്ത് ബോധിപ്പിക്കുക, അല്ലെങ്കിൽ സുമോട്ടോ കേസ് ആണെങ്കിൽ അത് വഴിയിൽ കണ്ടുവച്ച് നമ്മൾ ആളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊടുത്ത് ഹാജരാക്കി, അങ്ങനെ എന്താണ് ബ്രീഫിൽ പറയുന്നത് ആ ബ്രീഫിൽ പറയുന്ന കാര്യം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമാണത്. ഇങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ, അഥവാ മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് മംഗ്ലീഷ് എന്ന് പറയും, ഇംഗ്ലീഷിൽ തന്നെ മലയാളത്തിൽ അടിക്കാവുന്ന സംവിധാനമുണ്ട്. ആ സംവിധാനം ഈ CCTNS ഉണ്ട്. അത് ഉപയോഗിച്ച് ഇതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അടുത്ത് ഇതിന് ശേഷം ഇത്രയും പ്രവർത്തി കഴിഞ്ഞ ശേഷം നമ്മൾ സേവ് ചെയ്യണം. അതിനുശേഷം വിക്ടിം ഇൻഫർമേഷൻ ഉണ്ട്. വിക്ടിം ഉണ്ടെങ്കിൽ ആ വിക്ടിം ഡീറ്റെയിൽസ് നിർബന്ധമായും നമ്മളിതിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ള സെർച്ചിന് വിക്ടിം ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കൂ. അടുത്തത് പിന്നെ അക്യൂസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അക്യൂസിൻ്റെ ഡീറ്റെയിൽസ് പ്രതിയുടെ ഡീറ്റെയിൽസ് ആണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ FIRലെ ഡീറ്റെയിൽസ് ആണ് പ്രതിയുടെ ഡീറ്റെയിൽസ്. അക്യൂസ് ഡീറ്റെയിൽസ് നമുക്ക് പല രീതിയിൽ വരാറുണ്ട്. കണ്ടാൽ അറിയുന്നത്, അല്ലെങ്കിൽ നോൺ അറിയുന്ന ആൾ, അൺനോണും വരാറുണ്ട്. പ്രതിയുടെ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ ആണെങ്കിൽ മാക്സിമം ഡീറ്റെയിൽസ് അയാളുടെ എന്തൊക്കെ നമുക്ക് ലഭിക്കൂ അത്രയും ഡീറ്റെയിൽസ് നമ്മൾ അതിൽ എൻ്റർ ചെയ്തിരിക്കണം. കാരണം ഈ ഡാറ്റ വെച്ചാണ് നമ്മൾ തുടർന്ന് നമ്മൾക്ക് ഒരു പാസ്പോർട്ട് എൻക്വയറി, അതല്ലെങ്കിൽ ഒരു മർഡർ നടന്നു, അല്ലെങ്കിൽ ഒരു മോഡസ് ഓപ്പറാൻഡി വെച്ച് നമുക്ക് സെർച്ച് ചെയ്യണം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ സെർച്ചുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്രതിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കൃത്യമായി കൊടുത്താൽ മാത്രമേ സാധിക്കൂ. പലരും മലയാളത്തിൽ പ്രതിയുടെ പേര് ടൈപ്പ് ചെയ്യുന്നവരുണ്ട്. ഒരു കാരണവശാലും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ചിൽ അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പേര്, അഡ്രസ്സൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നെ ഡോട്ട് ഇട്ട് വെക്കരുത്. കാരണം സെർച്ചിൽ പ്രതിയുടെ ഡീറ്റെയിൽസ് മാക്സിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് FIRന്റെ ഒരു സെർച്ച് സംവിധാനം, അതായത് പോലീസിന്റെ ഡാറ്റാബേസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ. അടുത്തതായിട്ട് ഇതിൽ എല്ലാ ഇൻഫർമേഷനുകളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുത്താൽ പ്രോപ്പർട്ടി ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രോപ്പർട്ടി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കേസിൽ ഉൾപ്പെട്ട വാഹനങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടികളാവാം. ഈ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്ന ഭാഗമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഒരു വെഹിക്കിൾ ഡീറ്റെയിൽസ്, ഒരു ഒരു വാഹനം മോഷണം പോയ ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് എൻട്രി ചെയ്താൽ മാത്രമേ വേറൊരു സ്ഥലത്ത് ഈ വാഹനം കിട്ടിയാൽ അത് സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും സ്റ്റേഷനിൽ മിസ്സിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് നിർബന്ധമായും കൃത്യമായി മാക്സിമം ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എൻ്റർ ചെയ്യണം. അടുത്തത് ഹർട്ട് കേസ് ഡീറ്റെയിൽസ് ആണ്. ഹർട്ട് കേസ് ഡീറ്റെയിൽസിന്റെ കോളത്തിൽ നമുക്ക് കുറച്ച് കണക്കുകൾ കാണാം. അതായത് എത്ര പേർക്ക് ഹാർട്ട് ഇഞ്ചേർഡായി, അത്തരം ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് DCRPയിലെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് വളരെ ഉപകാരപ്രദമാണ്. അതിലും മാക്സിമം ഡീറ്റെയിൽസ്, അവൈലബിൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അടുത്തത് ആക്ഷൻ ടേക്കൺ ആണ്. ആക്ഷൻ ടേക്കണിൽ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഡു യു നീഡ് ടു കീപ് ദ FIR സീക്രട്ട് ഓർ ഇൻവിസിബിൾ എന്നൊരു ചോദ്യമുണ്ട്. ഒരു കാരണവശാലും സീക്രട്ട് എന്ന് കൊടുക്കരുത്. അത് NCRP ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. നമ്മളത് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻവിസിബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡേറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പീരീഡ് ഈ FIR നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡു യു നീഡ് കീപ് ദ FIR സീക്രട്ട് ഓർ ഇൻവിസിബിൾ. പലപ്പോഴും പോക്സോ കേസുകളുടെ FIR പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് പബ്ലിഷ് ആയിട്ട് ബന്ധമില്ല. ഇത് ഈ FIR കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡു യു നീഡ് കീപ് ദ FIR സീക്രട്ട് ഓർ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അതിൽ നോയിലാണ് ഡിഫോൾട്ടായിട്ട് സെലക്ഷൻ എടുക്കേണ്ടാവുക. അവിടെ യാതൊരു മാറ്റം വരുത്തരുത്. അതിൻ്റെ താഴെ ആക്ഷൻ ടേക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ഷൻ ടേക്കൺ എന്നുള്ള ഓപ്ഷനിൽ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ആ സമയത്ത് ഒരാളെ അസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അങ്ങനെ സുമോട്ടോ കേസുകളാണെങ്കിൽ സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ സാധാരണയായി കൊടുക്കും. അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അസൈൻ ടു IO, നമുക്ക് FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു വ്യക്തി അസൈൻ ചെയ്യാവുന്നതാണ്. അസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അസൈൻ ചെയ്ത വ്യക്തിക്ക് മാത്രമാണ് ഈ ചാർജ് തയ്യാറാക്കുന്ന സമയത്ത്, ഇത് FIR കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വരെയുള്ള IA ഫോംസ് ഉണ്ട്. ഫോംസ് തയ്യാറാക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആ പെൻ നമ്പർ ലോഗിനിൽ മാത്രമേ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ കേസിന്റെ അന്വേഷണം കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്ക് കൈമാറുക. ആക്ഷൻ
ടേക്കൺ കഴിഞ്ഞാൽ അടുത്തത് സിഗ്നേച്ചറാണ്, ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഈ സംവിധാനത്തിലേക്ക് വരുന്നുള്ളൂ. അടുത്ത അപ്ഡേഷനോട് കൂടി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനം വരും. ഇത്രയാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ, പക്ഷെ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. FIR എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോ അത് കൃത്യമായി ഫില്ല് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, FIR സബ്മിറ്റ് ചെയ്യണം. FIR സബ്മിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും സബ്മിറ്റ് ചെയ്യുമ്പോൾ പല മാൻഡേറ്ററി ഫീൽഡുകൾ എന്ന് പറയുന്നത് റെഡ് കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഫീൽഡുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്യാത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മാൻഡേറ്ററി ഫീൽഡുകളിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മളോട് അത് എടുത്ത് കാണിക്കും. ഇന്ന ഫീൽഡിൽ ഇന്ന ഡാറ്റ എൻ്റർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഡാറ്റ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് എല്ലാ ഡാറ്റയും എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്യുക. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ FIR പിന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതിന് FIR സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ആൻഡ് വ്യൂ FIR എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. FIR സെർച്ച് ആൻഡ് വ്യൂ ഓപ്ഷനിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത FIRകൾ, തൊട്ട് മുന്നേ രജിസ്റ്റർ ചെയ്ത എല്ലാ FIRകളും താഴെ വ്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആക്ട് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ മുന്നേ രജിസ്റ്റർ ചെയ്ത FIRന്റെ ഡീറ്റെയിൽസിൽ കാണുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓരോ ടാബിലും എന്തൊക്കെ ആണ് ഉള്ളത് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ FIR രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് FIR സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഒരു FIR രജിസ്ട്രേഷൻ മൊഡ്യൂളിലെ FIR രജിസ്ട്രേഷൻ സെർച്ച്. FIR രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് തന്നെ FIR പ്രിന്റ് എടുത്ത് നോക്കണം. പ്രിന്റ് എടുത്ത് വെരിഫൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിൽ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് FIR നമ്പർ ജനറേറ്റ് ചെയ്യുക. സേവ് ബട്ടൺ ഓരോ പ്രാവശ്യം കൊടുക്കുന്ന സമയത്തും FIRന്റെ ടെമ്പററി നമ്പറാണ് നമുക്ക് കാണുക. എന്നാൽ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടെ FIR നമ്പർ ജനറേറ്റ് ആയി. ഒരു പ്രാവശ്യം സബ്മിറ്റ് കൊടുത്ത് FIR നമ്പർ ജനറേറ്റ് ആയ ഡോക്യുമെന്റിൽ യാതൊരു തിരുത്തലും വരുത്താൻ നമുക്ക് നിർവാഹമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ പോലെ തന്നെ കോടതിക്ക് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ തിരുത്തൽ റിപ്പോർട്ട് നമുക്ക് കൊടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ പ്രിന്റ് എടുക്കുക. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട ഭാഗം, FIR രജിസ്റ്റർ ചെയ്ത് പ്രിന്റ് എടുത്ത FIR പരിശോധിച്ച ശേഷം FIR പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ FIR പബ്ലിഷ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം നമ്മൾ 26/2016 ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ പ്രകാരമാണ് നമ്മൾ FIR പബ്ലിഷ് ചെയ്യുന്നത്. ഈ FIR പബ്ലിഷ് ചെയ്യുന്നതിനും വളരെ ലളിതമായ സംവിധാനമാണുള്ളത്. FIRലെ രജിസ്ട്രേഷനിൽ FIR എടുക്കുക, അതിലെ രജിസ്ട്രേഷൻ FIR താഴത്ത് പബ്ലിഷ് ഓർ അൺപബ്ലിഷ് FIR എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ FIR പബ്ലിഷ് ഒബ്ലിക് അൺപബ്ലിഷ് എന്ന് വെച്ചാൽ ഒരു FIR ഉണ്ട്, അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെ FIR സെലക്ട് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പബ്ലിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ FIR പബ്ലിക്കിന് ഫ്രീലി അവൈലബിൾ ആണെന്നർത്ഥം. പൊതുജനങ്ങൾക്ക് സെർച്ചിൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലോ മറ്റേതെങ്കിലും സെർച്ചിൽ FIR ഡൗൺലോഡ് കേരള പോലീസ് എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു സൈറ്റ് വരും. ആ സൈറ്റിൽ FIR ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ രണ്ട് തരത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ FIR കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ FIR പബ്ലിക്കിന് ഉടൻ തന്നെ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ ബ്രീഫ് ഡീറ്റെയിൽസ് വളരെ കൃത്യമായി കൊടുത്ത് വേണം FIR രജിസ്റ്റർ ചെയ്യാൻ. ഇനി പല FIRകളും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്തുണ്ട്. പോക്സോ കേസുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പലതും ഈ സർക്കുലർ പ്രകാരം പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞ FIRകളുണ്ട്. അത് യാതൊരു കാരണവശാലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. പബ്ലിഷ് ചെയ്യാത്ത FIRകളുടെ ഒരു റിപ്പോർട്ട് കൺസേൺഡ് DCRB DYSPക്കും അവിടുന്ന് ജില്ലാ പോലീസ് മേധാവി മുഖാന്തരം കോടതിയിലേക്കും അറിയിക്കണമെന്ന് സർക്കുലർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്നൊരു FIR തെറ്റി പബ്ലിഷായി പോയി, അപ്പോൾ അതേപോലെ തന്നെ ഒരു അൺപബ്ലിഷ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു FIR നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടതല്ലെങ്കിൽ നമുക്ക് അൺപബ്ലിഷ് ഓപ്ഷൻ എടുത്ത് ആ FIRനെ അൺപബ്ലിഷ് ചെയ്യാം. അതായത് പബ്ലിഷ് ചെയ്താൽ പൊതുജനത്തിന് ലഭിക്കും, അൺപബ്ലിഷ് ചെയ്താൽ പൊതുജനത്തിന് ലഭ്യമാകില്ല. ഇതാണ് ഒരു FIR പബ്ലിഷ് സംവിധാനം.
അപ്പോൾ FIRന്റെ പബ്ലിഷിംഗ് രജിസ്ട്രേഷൻ നമ്മൾ നോക്കി, അതിനുശേഷം പ്രിന്റ് എങ്ങനെ എടുക്കാം എന്ന് നമ്മൾ നോക്കി, അതിനുശേഷം FIR എങ്ങനെ പബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അപ്പോൾ FIRന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോസിക്യൂഷൻ, അതായത് ഇൻവെസ്റ്റിഗേഷൻ തൊട്ട് പ്രോസിക്യൂഷൻ വരെയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം. നമ്മളിതുവരെ FIR എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, GD എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്തു, അത് പ്രിന്റ് എടുത്തു, അത് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത FIR തുണ എന്ന ഒരു പബ്ലിക് പോർട്ടലുണ്ട്, ആ പോർട്ടലിലൂടെ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പഠിക്കാം. എന്തായാലും ഇതുവരെയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.